ഹലോ, ലിനു ആണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി നമ്മൾ റിസോർട്ടിലെത്തി. അടിമാലിയിൽ നിന്ന് മൂന്നാർ റൂട്ടിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ ബോർഡ് കാണാൻ പറ്റും. അവിടുന്ന് കുറച്ച് ഇറങ്ങിയാണ് നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ എവിടെ സ്റ്റേ ചെയ്യുമെന്നാണ്. പിന്നെ അതിനെക്കുറിച്ചാകും സെർച്ചിങ് അല്ലേ. അങ്ങനെ ഞങ്ങളും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ റിസോർട്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് റീൽസുകൾ പറക്കാട് റിസോർട്ടിന് കണ്ടിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ റിസോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഈ റിസോർട്ടിലെ ചെക്ക് ഇൻ ടൈം 2 PM ആണ്. ചെക്ക് ഔട്ട് നെക്സ്റ്റ് ഡേ 12 PM ഇതാണ് പറക്കാട്ട് നേച്ചർ റിസോർട്ട്. ഇതിന്റെ ഫ്രണ്ട് പോർഷനാണിത്. ഞങ്ങൾ അവിടെ എത്തി വണ്ടി സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ചിരിച്ചുകൊണ്ട് വന്ന് നമ്മളെ സ്വീകരിച്ചു. അതിനുശേഷം ഞങ്ങളുടെ കീ വാങ്ങി അവർ തന്നെ നമ്മുടെ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. എൻട്രൻസിൽ തന്നെ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഓടി വന്ന് നമ്മുടെ ലഗേജുകളെല്ലാം കൊണ്ടുപോയി അകത്ത് വെച്ചു. താങ്ക് യു. കയറി ചെല്ലുമ്പോൾ തന്നെ പറക്കാട്ടിൻ്റെ ആയതുകൊണ്ടൊരു സ്വർണ്ണമയം ഫീൽ ചെയ്യാൻ പറ്റും. ഒരു രാജകീയ ലുക്കാണ്. ഗോൾഡ് പ്ലേറ്റഡ് വിഗ്രഹങ്ങൾ കാണാം. അവിടെ തന്നെ ഇടത് സൈഡിലായിട്ട് പറക്കാട് ജ്വല്ലറിയുടെ ഒരു ജ്വല്ലറി സെക്ഷൻ കാണാൻ സാധിക്കും. പിന്നെ പറക്കാട് സ്പൈസസിൻ്റെ ഒരു കൗണ്ടർ കൂടി ഇവിടെ കാണാം. അവർ അവരുടെ ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന ഒരു രീതി പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഞങ്ങൾക്ക് കുറച്ച് സമയം റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ബുക്കിങ്ങിൻ്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ അവർ കുടിക്കാനായിട്ട് വെൽക്കം ഡ്രിങ്ക്സും അതോടൊപ്പം പറക്കാട്ടിൻ്റെ കുക്കീസും കൊണ്ടു തന്നു. അതിനിടയിൽ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ബുക്കിംഗ് ഫോർമാലിറ്റീസിൻ്റെ ഫോമുമായിട്ട് വന്നു. അത് ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ആധാർ കാർഡിൻ്റെ കോപ്പിയും അവർ ആവശ്യപ്പെട്ടിരുന്നു. അത് നമ്മൾ കൊടുത്തിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആദ്യമുള്ളത് സ്പാ ആണ്. അത് ചാർജബിൾ ആണ്. 8 AM to 8 PM ആണ്. സെക്കൻഡ് അദ്ദേഹം കോംപ്ലിമെൻ്ററി ഫെസിലിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വരുന്നത് സ്വിമ്മിംഗ് പൂളാണ്. 8 AM to 8 PM ആണ്. ഡ്രസ് കോഡൊന്നുമില്ല. സെക്കൻഡ് വരുന്നത് കംഫെയർ ആണ്. 8 PM to 9:30 PM ആണ്. തേർഡ് വരുന്നത് ജീപ്പ് ട്രാക്കിംഗ് ആണ്. മോർണിംഗ് 8 to 10:30 AM, ഈവനിങ് 4:30 to 6 PM. ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ. അതിൽ തന്നെ കേവ് ഹൗസ് വിസിറ്റ് ഉണ്ട്. അതുപോലെ ജീപ്പ് ട്രാക്കിങ്ങിന് നമ്മൾ താഴെ എത്തുമ്പോൾ അവിടെയും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് വേറെയുണ്ട്. അതൊക്കെ ഫ്രീ കോസ്റ്റ് ആണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇടത് സൈഡിലായിട്ട് പറക്കാട് ജ്വല്ലറിയുടെ തന്നെ ഒരു ജ്വല്ലറി സെക്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പറക്കാട് സ്പൈസസിൻ്റെ ഒരു കൗണ്ടർ കൂടി ഇവിടെയുണ്ട്. ടോപ്പ് ഫ്ലോറിലാണ് എൻട്രൻസ് ആൻഡ് റിസപ്ഷൻ വരുന്നത്. താഴെയായിട്ടാണ് റൂംസൊക്കെ. റൂമിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ റിസപ്ഷൻ്റെ സ്ട്രെയിറ്റ് പോകുമ്പോൾ ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട്. ഇവിടെ ഇടതുവശത്തായിട്ട് ഒരു ലൈബ്രറി സെറ്റപ്പാണ്. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് സ്വസ്ഥമായി ബുക്കുകൾ വായിക്കാനുള്ള ഒരു സ്പേസ് ആണ്. അതോടൊപ്പം ക്യാരം ബോർഡ് വെച്ചിട്ടുണ്ട്. അതറിയാവുന്നവർക്ക് അതും യൂട്ടിലൈസ് ചെയ്യാം. ഇവിടുത്തെ തന്നെ വളരെ ആകർഷണീയമായ ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ ഇപ്പം കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ഗസ്റ്റായി കടന്നു ചെല്ലുന്ന ഏതൊരു വ്യക്തിയുടെയും മനം കവരുന്ന ഒരു ഏരിയയാണിത്. ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഒക്കെ ആയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഏരിയയാണിത്. ഈ ഏരിയയിലെ ഫോട്ടോഷൂട്ടുകളും റീൽസുകളും ഒക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ.
പറഞ്ഞറിയിക്കുന്നതിലും അതീതമായിരുന്നു അവിടെ നിന്ന് കിട്ടിയൊരു ഫീല്. മൗണ്ടൻ വ്യൂ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കവിടെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീപ്പ് ട്രക്കിങ്ങിന് ടൈം തന്നിരിക്കുന്നത് 4:30-ക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. -1-ലാണ് ഞങ്ങളുടെ റൂം. ഓക്കെ മാഡം, ഈ സ്റ്റെപ്പ് കയറി ലെഫ്റ്റിലേക്ക് തിരിയണം. ക്യാമ്പ് ഫയർ സാറേ വൈകുന്നേരം സാറേ, അത് മഴ ഇല്ലെങ്കിൽ ക്യാമ്പ് ഫയർ, മഴ ആണെങ്കിൽ കാണില്ല സാർ. എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സാർ. ഞങ്ങളെടുത്തത് ക്ലബ് സൂട്ട് റൂമാണ്. 2 adult + 2 children 15,000 ആയിരുന്നു റേറ്റ്. സ്റ്റേ കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് എല്ലാ റൂംസിനും റേറ്റ് വരുന്നത്. ഇവിടെയൊക്കെ ഡാർക്ക് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചുവരുകളിൽ മ്യൂറൽ ആർട്ട് വർക്ക്സ് ആണ്. വളരെ മനോഹരമായ പെയിൻറ്റിങ്സ് ആണ് കാണാൻ കഴിയുന്നത്. 4,500 മുതൽ 35,000 രൂപ വരെ റേറ്റിലുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് കയറി ചെല്ലുമ്പോഴുള്ള ഒരു ബെഡ്റൂം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. അവിടെ തന്നെ ഒരു ഓപ്പൺ വിൻഡോ കാണാം. അതിലൂടെ നല്ലൊരു മൗണ്ടൻ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ആ റൂമിൽ തന്നെ ഒരു ടേബിളിലായിട്ട് കെറ്റിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസസ് ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. നമുക്ക് കോഫിയോ ടീയോ വല്ലതും വേണമെങ്കിൽ അതിട്ട് കുടിക്കാം. അതിനുള്ള കോഫി പൗഡർ, ടീ ബാഗ്, അതുപോലെ തന്നെ ഷുഗർ, മിൽക്ക് പൗഡർ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് ഒരു സേഫ് ലോക്കറാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു മിനി ബാറാണ്. അതിലിരിക്കുന്ന ഐറ്റംസ് ഒന്നും ഫ്രീ അല്ല കേട്ടോ, അത് ചാർജബിൾ ആണ്. അതുപോലെ തന്നെ ഒരു കബോർഡ് ഉണ്ട്. അതിനുള്ളിൽ സ്നാക്സ്, ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ്. അവിടെ ഒരു പ്രൈസ് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ചാർജ് അവർ ഈടാക്കുന്നതാണ്. അതിനോട് ചേർന്ന് തന്നെ കബോർഡിലായിട്ട് നമുക്കൊരു ബോഡി ലോഷനും ക്രീമും അതുപോലെ ഹെയർ ഡ്രയറും ഒക്കെ വെച്ചിട്ടുണ്ട്. ആ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. അതിനുള്ളിൽ ടോയ്ലറ്ററീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. ഇതാണ് അടുത്ത റൂം. വളരെ വിശാലമായ റൂമാണ്. അതിൽ TV ഉണ്ട്, ടേബിളുണ്ട്, ഫാമിലി കോട്ടിൻ്റെ ഒരു ബെഡുണ്ട്, അതുപോലെ തന്നെ ഒരു സോഫ സെറ്റും ഉണ്ട്. ഞങ്ങളുടെ കൂടെ എക്സ്ട്രാ ചേച്ചി കൂടി ഉള്ളത് കൊണ്ട് 1,250 എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വന്നു. അവരൊരു ബെഡ് കൂടി ആഡ് ചെയ്യും. പക്ഷേ അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓൾറെഡി ഒരുപാട് സ്പേസ് ഉണ്ട്. അത് കളയല്ല, അത് കളയല്ലേ, ബ്ലോഗിൽ വേണം, അത് ബ്ലോഗിൽ വേണം, അത് നമ്മ ബ്ലോഗിൽ വേണം.
അമ്മ പേടിച്ചു പോയി. ഈ റൂമിൽ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വളരെ വിശാലമായൊരു ബാത്റൂമാണ്. ഇവിടുത്തെ ഫ്ലോറിനും വാളിനും എല്ലാം ഒരു ഗോൾഡൻ ഡിസൈനിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിലും ടോയ്ലറ്ററീസ് ഉണ്ട്. അതെല്ലാം ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഞാൻ റൂമിൻ്റെ റേറ്റ് പറഞ്ഞത് ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള സമയത്തെ റേറ്റാണ്. ചില സാഹചര്യങ്ങളാൽ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ചാർജിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറവ് വരാനും കൂടുതലാകാനും ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഷ്റൂം ആയാലും ടോയ്ലറ്റ് ആയാലും റൂംസൊക്കെ ആയാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അവരുടെ സർവീസും. ഇതൊക്കെയാണ് ഈ റെസ്റ്റോറൻറ്റിലെയും ഇവിടുത്തെ റൂമിനകത്തെയും കാഴ്ചകളും വിശേഷങ്ങളും. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് സമയം ഞങ്ങളിവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം 4:30-ക്കാണ് നമുക്ക് ജീപ്പ് ട്രാക്കിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ തന്നെ കോമ്പൗണ്ടിനുള്ളിലാണ് ജീപ്പ് ട്രാക്കിങ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഈ റൂമിൻ്റെ മറ്റൊരു സവിശേഷത, ഇവിടെ ഓപ്പൺ ബാൽക്കണിയാണുള്ളത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. ഇവിടെ കുരങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് ഡോർ അടച്ചില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. ഇവിടുത്തെ ഈ മനോഹര കാഴ്ചകളൊക്കെ എനിക്കിഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ട് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോസും കാണാൻ ശ്രമിക്കുക. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.